ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് സാധനമാണെന്ന് ഗസ് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗസ്സിങ് കമൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ പറയാം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയണം എന്നുള്ളവർ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോയിൽ ക്ലേയിൽ ഉണ്ടാക്കിയ സാധനം നമുക്കിതുപോലെ ഒന്ന് ബേസ് കോട്ട് ചെയ്തെടുക്കണം. വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ബേസ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ബേസ് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാനത് മൗൾഡ് ക്ലേ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും നിങ്ങൾ സോയിൽ ക്ലേയിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ബേസ് കോട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീടിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കിൻ കളറാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കതിന് പ്രത്യേകിച്ചൊരു ഭംഗിയൊന്നും തോന്നിയില്ല. ഒരു നോർമലായിട്ട് ഇരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ക്രിംസൺ കളറും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രിംസൺ കളർ കൊടുത്തപ്പോൾ ആ രണ്ട് കളറും കൂടെ മിക്സായി അതൊരു പീച്ച് ഷെയ്ഡ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നമ്മൾ മേൽക്കൂരയിൽ ഇതുപോലെ ബ്രൗൺ കളറും കൂടെ കൊടുക്കാം. മേൽക്കൂരയിൽ നമ്മൾ കളർ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്തും കൂടി കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി നമ്മൾ മേൽക്കൂരയിലും പിന്നെ അതുപോലെ ഡോറിലുമാണ് നമ്മൾ ബ്രൗൺ കളർ കൊടുക്കുന്നത്. അതുപോലെ കൊടുക്കുക. ഇനി ഒരു ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇത് ഒരു വിൻഡോ ഒക്കെ ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യുക. പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഒരു വൈറ്റ് പെയിൻറ്റിൽ ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതായത് വിൻഡോ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതേ പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ഗ്രീൻ കളർ എടുത്ത് ഇങ്ങനെ സൈഡിൽ ഒരു ഗ്രാസ് എഫക്റ്റ് എന്നതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബേസിൽ ഇതുപോലെ ആ ഗ്രീൻ കളറിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതായത് ഒരു വഴി പോലെയും പിന്നെ അതിൻ്റെ ബോർഡറിലൊക്കെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇത് എന്ത് സാധനമാണെന്ന് അറിയണ്ടേ, ഇതിൻ്റെ യൂസ് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു തിരി കത്തിച്ച് വയ്ക്കുക. കത്തിച്ച് വെച്ചിട്ട് ഈ നമ്മുടെ വീടില്ലേ അത് വെച്ച് ഇതിനൊന്ന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു കുഴലുണ്ടല്ലോ, ആ പുക പോകുന്ന വഴി പുക പോകും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസൊക്കെ കറക്റ്റായിട്ട് അതിൽ ഫിക്സ് ആയിരിക്കണം. അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോകത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഈ സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഗൈസ്.